ഹായ് വെൽക്കം ടു സ്പോട്ടിക്സ് ഇറ്റ്സ് മീ അബ്ദുല്ലാനസ് ഇന്നിവിടെ ഗോഡൌട്ട് പാർട്ട് 7 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗോഡൌട്ടിൽ നമ്മളിപ്പോൾ ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ പ്ലെയർ മൂവ്മെന്റ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ടൈൽ സെറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലെയറിനെ ബോട്ടത്തിൽ കാണുന്ന ഈ ഒരു പാർട്ട് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിനെ കുറച്ചും കൂടി യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് കൊണ്ടുവരാം. ഈ ഒരു പാർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ പ്ലെയറിന്റെ അടിയിലുള്ള ഒരു പാർട്ട്, ഇപ്പോൾ നമുക്ക് മുകളിലേക്ക് പുതിയത് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ജമ്പ് ചെയ്ത് പ്ലെയറിന് പോകാനുള്ള ഒരു ഇത്, അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സീൻ കൊടുക്കുന്നു. അത് 2D ആണ് ക്രിയേറ്റ് ചെയ്യണത്. അതിന് നെയിം കൊടുത്തു ടൈൽ സെറ്റ്. ഓക്കെ, ടൈൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെയിമും കൊടുത്തു, ഒരു 2D ഇത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈൽ സെറ്റ് എടുക്കണം. നമ്മൾ ഫസ്റ്റിൽ തന്നെ അസറ്റ്സ് നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ടൈൽ സെറ്റ്സ് ഉണ്ട്. അത് ഞാനിവിടെ ടൈൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണോ അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ, അങ്ങനെ ഓരോ കളേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രീൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഗ്രീൻ കളർ. അപ്പോൾ ഞാൻ ഗ്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഗ്രീൻ മൊത്തത്തിൽ ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി സെലക്ട് ചെയ്യാണ്. ഗ്രീൻ മൊത്തത്തിൽ ഞാൻ ഇവിടെ വരെ ഫുള്ളി സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ ടൈൽ സെറ്റ്സും ഇവിടെ വന്നിരിക്കണം കാണാം. അപ്പോൾ ഇത് ഒറ്റ ഇതായിട്ടാവും നിങ്ങൾക്ക് എടുക്കുന്ന കാണുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് ഓരോന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടൈപ്പ് ടൈൽ സെറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാതെ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും മൂവ് ചെയ്തിടാണ്. ഓക്കെ, ഇതൊന്നും മൊത്തം നമ്മൾ ഇനി ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. മൊത്തം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ആവശ്യമുള്ളോ അതൊക്കെ ചെയ്യാം. എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാം വേണം. അപ്പോൾ ഞാനതെല്ലാം മൂവ് ചെയ്ത് ഓരോന്നും 1 by 1 ആയിട്ട് മൂവ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഓക്കെ, എടുത്തിട്ട് ഓക്കെ ഞാൻ ഇവിടെ നിന്നിടാം. ഓക്കെ, അപ്പോൾ എല്ലാ ടൈൽസസും വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കി കാണാൻ പറ്റും, നമുക്ക് ചില ഭാഗങ്ങൾ ആവശ്യമുള്ളതല്ല. അപ്പോൾ അത് എങ്ങനെ ആയാലും ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഞാനത് കളയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഓരോന്നും ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഓരോന്നും ക്ലിക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ആ നോട്ട്സ് ചെയ്തേക്കണം, അത് ഡിലീറ്റ് ആവും. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ കൊടുത്തു. അതുപോലെ ഈ രണ്ട് സാധനവും ഞാൻ ഡിലീറ്റ് ചെയ്യണം. കാരണം ഇതൊന്നും എന്താ പറയുക, ടൈൽ സെറ്റ് അല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കറക്റ്റായിട്ട് വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഇനി ബാക്കി നമുക്ക് കുറച്ച് ടൈൽ സെറ്റ്സ് ഉണ്ട്, ഒന്ന് അറേഞ്ച് ചെയ്ത് തരാം അവന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഇവിടെ വന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അവിടെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ കൊടുന്ന് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതൊന്ന് ടൈൽ സെറ്റ് വൃത്തിയാക്കി എടുക്കാം. അത്യാവശ്യം ഉണ്ട് നമുക്കിത്. അപ്പോൾ ഇത് ഓരോന്ന് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യാണ്. നമുക്കൊന്ന് അതിൻ്റെ എലമെന്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കൊടുന്നിടാം. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് അറൗണ്ട് 20 അടുക്ക് നമുക്ക് ടൈൽ സെറ്റ്സ് ഉണ്ട്. അപ്പോൾ 20 നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 20 നമുക്ക് ഡിസൈൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇത് കറക്റ്റ് ആക്കി ഇടാം. ഓക്കെ, അപ്പോൾ നോക്കി കാണാൻ പറ്റും നമ്മൾ ഓരോ പാർട്ടുകൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും രണ്ടും നമുക്ക് വേണമെന്നില്ല, ഇതും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടെടുക്കാം. കാരണം ഒരുപാട് ടൈൽസസ് നമ്മൾ വെറുതെ ചെയ്യാൻ പോണ കാര്യം നമുക്ക് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആവശ്യമില്ലാത്ത ഒഴിവാക്കുന്നത്. കാരണം ഇതെല്ലാം വെറുതെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടി ഇനി ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈൽ സെറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ടൈൽ സെറ്റ്സ് നമുക്ക് 1 by 1 ആയിട്ട് എന്താ പറയുക, ഇതിന് ഓരോ ഷേപ്പുകൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കി കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഓരോ ടൈൽസസിനും ഓരോ ഷേപ്പുകൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇത് സെലക്ട് ചെയ്യാം, ഇതിനൊരു ഷേപ്പ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഞാനിവിടെ സ്റ്റാറ്റിക് ബോഡി കൊണ്ടുവരണം. സ്റ്റാറ്റിക് ബോഡിയും നമ്മൾ അറിയേണ്ടതാണ്, ഓരോ ടൈപ്പ് ബോഡികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റാറ്റിക് ബോഡി കൊണ്ടുവന്നു. ഇനി ഇവിടെ കാണാൻ പറ്റും ഒരു കൊളീഷൻ ഷേപ്പ് വേണം. ഓക്കെ, ആ ഒരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് നോക്കിയിട്ട് കൊളീഷൻ ഷേപ്പ് 2D കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് ഷേപ്പാണ് വേണ്ടതെന്നുള്ളത് കാണാം. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് വലുതാക്കി ഈ ഒരു ഇതിലേക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഇത് എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഷേപ്പ് വന്നു. ഓക്കെ, ഇതേപോലെ ഓരോ ടൈൽസസിനും നമുക്ക് ഓരോ ഷേപ്പ് കൊണ്ടുവരണം. ഈ
എന്താ പറയുക സ്റ്റാറ്റിക് ബോഡി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തുടങ്ങാമെന്ന് പറയുന്നത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഇതിന് കുറച്ചും കൂടി നമുക്ക് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിക് ബോഡി ഞാൻ കൊടുക്കുകയാണ്. സ്റ്റാറ്റിക് ബോഡി കൊടുത്തിട്ട് ഇതിനും ഞാൻ അതേപോലെ കൊളീഷൻ ഷേപ്പ് കൊണ്ടാണ്. പക്ഷെ ഇവിടെ കൊളീഷൻ ഷേപ്പ്, ഇതിന്റെ ഷേപ്പ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു കർവ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ കർവ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ നമുക്ക് നോക്കാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ കൊളീഷൻ ഷേപ്പ് പോളിഗൺ യൂസ് ചെയ്യണം. ഓക്കെ, പോളിഗൺ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഇത് 1 by 1 ആയിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ കൊടുത്തു, ഈ ഒരു ഷേപ്പ് വന്നു. ഇനി ഇവിടെ നോക്കി കാണാൻ പറ്റും ഇവിടെ ഓരോ ഷേപ്പിനെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അത് കറക്റ്റാക്കി കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഞാൻ കൊടുത്തു. നിങ്ങൾ നോക്കി കാണാൻ പറ്റും ഇതിന്റെ പൊസിഷനിങ് അല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു പോളിഗൺ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയൊരു രീതിയിൽ ധാരാളമായിട്ടുണ്ട്, വൃത്തിയാക്കി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം ഇതൊന്ന് ഈ ഷേപ്പിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ എഡ്ജും ഞാൻ കറക്റ്റ് ആക്കുകയാണ്. കറക്റ്റ് ആക്കിയ ശേഷം ഞാൻ ഒന്ന് അടിക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെയും അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കണം. അപ്പോൾ അതും കൊണ്ടുവന്നു, അതും ഇവിടെയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് ക്ലിയർ ആയിട്ടുണ്ട്, പോളിഗൺ ഷേപ്പ്. ഇനി അതേപോലെ തന്നെ ഓരോ എലമെന്റും ഇങ്ങനെ പോളിഗൺ ഷേപ്സ് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ എലമെന്റിനെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഓരോന്നിനും 1 by 1 ആയിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം സ്റ്റാറ്റിക് ബോഡി കൊടുക്കണം. നമ്മൾ ലാസ്റ്റ് പാർട്ടിക്ക് എത്തിയിട്ടുണ്ട്, ഒരു ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് എന്തുകൊണ്ട് ട്രയാങ്കിൾ യൂസ് ചെയ്യാണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്, മറ്റേ സോളിഡ് അല്ലെങ്കിൽ മറ്റേ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റിടത്ത് ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളിതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പാണ്. ഓക്കെ, അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും കൊളീഷൻ ഷേപ്പ് ആണ്. പക്ഷെ നമ്മളോട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് പോളിഗൺ യൂസ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ടൂൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ടൂൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. കാരണം കുറേ ഡെപ്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകാൻ കൂടുതൽ എളുപ്പമാണത്. ഒരു ചെറിയ പിക്ചറിൽ മൈന്യൂട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈൽസെറ്റ്സിനും നമ്മളിവിടെ ഇത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ എന്ത് ചെയ്യാൻ പോകണം വെച്ചാൽ എനിക്ക് ഈ ടൈൽസസിനെ സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ കൺട്രോൾ എസ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ സേവ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. ഞാൻ ടെസ്റ്റേഴ്സിൽ ഇവിടെ ടൈൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടൈൽസിനുള്ളിൽ ഞാൻ ഇവിടെ പുതിയ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യണം ടൈൽ സെറ്റ്. ഓക്കെ, ഇതിന് മുമ്പ് ഇത് സീനായിട്ട് ഞാൻ സേവ് ചെയ്യണം. അത് ഞാൻ സേവ് ചെയ്യില്ല, സോറി. അപ്പോൾ നമ്മുടെ സീനായിട്ട് ഞാനിവിടെ ടൈൽ സെറ്റ് 001 അങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, ടൈൽ സെറ്റ് 001 ഒരു സെറ്റ് ഫസ്റ്റ് പാർട്ടിലുള്ള ടൈൽ സെറ്റ് എന്നുള്ളതിൽ 001 കൊടുത്തു. അപ്പൊ നമ്മൾ സേവ് ചെയ്തതിനു ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കൺവേർട്ട് ടു ടൈൽ സെറ്റ് എന്ന് കാണാം. നമുക്ക് ഇവിടെ ഈ ഒരു സീൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് കാണാം കൺവേർട്ട് ടു ടൈൽ സെറ്റ്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ടൈൽ സെറ്റ് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ടൈൽസിന്റെ ഉള്ളിൽ അതൊരു ടൈൽ സെറ്റ് പോലെ അത് കീപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ടൈൽ സെറ്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഗ്രീൻ നമ്മൾ ഗ്രീൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ പ്ലാറ്റ്ഫോം ടൈൽ സെറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഗ്രീൻ പ്ലാറ്റ്ഫോം ടൈൽ സെറ്റ് എന്ന് കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ടൈൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് അതോടെ സേവ് ചെയ്ത് കാണാം. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് അവിടെ ഗ്രീൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ടൈൽ സെറ്റ് സെറ്റ് ചെയ്ത്. ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ലെവൽ 1 നോക്കിയാൽ ഈ ഒരു പാർട്ട് ഇത് നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റിക് ബോഡി എന്ന് പറയുന്നത് ഞാൻ എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് നോഡ് അല്ലെങ്കിൽ ഈ ഒരു നോഡ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്ത് നമ്മൾ പ്ലെയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഇനി ടൈൽസ് ആണ് ഇത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈൽ മാപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഈ ടൈൽ മാപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ടൈൽ മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ് ടൈൽസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ നിന്നാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടൈൽസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ടൈൽസിനെ ലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോഡ് എവിടെ നിന്നാണ് ലോഡ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ടൈൽസ് എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്ത് തരാം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് നമ്മുടെ ലോഡ് ചെയ്യണം. ഇവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് എല്ലാ ടൈൽസസും നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏത് വേണമെങ്കിൽ ഇവിടെ കൊടുന്നിടാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ കൊടുന്നിടാം. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെന്ന് വെച്ചാൽ അത് കൊടുന്നിടാവുന്നതാണ്. ഇത് കളയണമെന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സോറി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവുകയും ചെയ്യും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവുകയും ചെയ്യും. അങ്ങനെ ആവും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഈ ഒരു പ്ലെയറിനെ കൊടുന്ന് വെക്കാൻ. ഞാൻ അടുത്ത് അതേപോലെ തന്നെ പ്ലെയറിനെ ഈ ഒരു പാർട്ടിനുള്ളിൽ ഞാൻ കൊടുന്ന് വെക്കുകയാണ്. ഓക്കെ, ഞാൻ കൊടുന്ന് വെച്ചു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്ലെയറിന് ഇപ്പോൾ ലാൻഡ് ചെയ്ത ഒരു പാർട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനിവിടെ ഒരെണ്ണം കൊടുന്ന് വെക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ അതോട് കൊടുന്ന് വെക്കാം. അപ്പോൾ അവിടെ പ്ലെയറിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാണാം. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെയും എന്താ പറയുക ഇവിടെ ഞാൻ ഒരെണ്ണം കൊടുന്ന് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്ലെയറിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൊടുത്ത് കുറച്ച് ലോങ് പ്ലെയർ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏരിയ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻഡിങ് കിട്ടുന്നിടത്തുനിന്ന് പ്ലെയറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇനി അടുത്തെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ എല്ലാതും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്തു. ഇനി അടുത്ത് ഇതേപോലെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടുന്ന് ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് മാപ്പ് ഇത് നമുക്ക് ഇനി ഗെയിമിൽ ഫുൾ മാപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഞാൻ അവിടെ കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് ഇതും കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബ്ലോക്ക് ഓക്കെ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. അത് നമുക്കിവിടെ ടൈൽസെറ്റ് മാപ്പിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടൈൽസെറ്റ് മാപ്പ് എടുത്തു. ഇവിടെ ഞാനിപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിൽ ഒരു എലമെൻറ്റ് ഓക്കെ ഞാൻ നോക്കുകയാണ് ഇത് തന്നെയാണോ അല്ല. എനിക്ക് ഒരു എലമെൻറ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു പോർഷൻ അത് നമുക്ക് വേണ്ടിയിരുന്നു. അതായിരുന്നു നമ്മൾ വിട്ടുപോയത്. അപ്പോൾ ഇത് നമുക്കിവിടെ കൊടുന്നിടാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ സ്ലോപ്പ് കൊണ്ടുവരുമ്പോഴുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ഇത് ഫുള്ളി ഗ്രീൻ ഓക്കെ ഫുൾ ഗ്രീൻ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. അത് ഞാൻ കൊടുന്നിടാം. ഓക്കെ, ചെക്ക് ചെയ്യാണ്. കാരണം നമുക്ക് അവിടെ ഒരു എലമെൻറ്റ് അങ്ങനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് കൊണ്ടുവരുമ്പോൾ അത് കറക്റ്റ് ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാനത് ഇതിലേതിലും ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യാമെന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ കൊടുക്കണ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് വീണ്ടും ഇമ്പോർട്ട് ചെയ്യണമല്ലേ. ഓക്കെ ഫൈൻ, ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ട് മൂന്നെണ്ണം കളയാണ്. ഓക്കെ, സെലക്ട് ആയില്ല. കൺട്രോൾ അമർത്തി ഡിലീറ്റ് ചെയ്യാം. സോറി ഷിഫ്റ്റ് അമർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഈ രണ്ടെണ്ണം കൂടി ഞാനിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരത്തെ ഒഴിവാക്കിയതാണ്. അതൊന്നുകൂടി വേണം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ഞാൻ ഇതിൻ്റെ പുറത്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പുറത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റിലെ നമ്മൾ ടൈൽസിൻ്റെ ഉള്ളിലേക്ക് അത് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ഡ്രാഗ് ചെയ്തോട്ടെ. എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഈ മൂന്നെണ്ണം ഉള്ളത്. ഈ ഒരെണ്ണം പുറത്ത് കിടക്കുന്നുണ്ട്. അത് ഏതാ നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് വീണതാണ്. അത് ജസ്റ്റ് ഒന്ന് കളയാണ്. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന് ഞാൻ ഷേപ്പ് കൊണ്ടുവരാം.
സ്ക്വയർ നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ യൂസ് ചെയ്യാം. റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ബോഡി കൊടുത്തിട്ട് ഇതിനും ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ മുകളിലത്തെ ഈ ഒരു സാധനത്തിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് അവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്തു, ഞാനത് ഇതിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു ഷേപ്പ് വന്ന് കാണാം. അതേപോലെ തന്നെ ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു എലമെൻറ്റിനും ആ ഒരു ഷേപ്പ് വന്ന് കാണാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ രണ്ട് ഷേപ്പുകൾ വന്നു. ഞാൻ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമുക്ക് ഒന്നുകൂടി ആ ഒരു എലമെൻറ്റും കൂടി ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഓവർ റൈറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ കൺവേർട്ട് ടു ടൈൽ സെറ്റ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്യണം. ഓക്കെ കൊടുത്തു, സേവ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടും കൂടി ഇവിടെ വന്ന് കാണാം. അപ്പോൾ ഞാൻ കൊടുന്നു, ഇവിടെ വെച്ചു. ഓക്കെ. ഇവിടെ വെച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പാർട്ട് സ്മൂത്തായിട്ട് വർക്കൗട്ട് ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ അത് കൊടുത്തു. ഞാനിതും ഈ ഒരു പാർട്ട് ഫുള്ളി കൊണ്ടുവന്നതിന് ശേഷം നമുക്കവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്കൊരു നോർമൽ പാർട്ട് ഉണ്ടായിരുന്നു, ഞാൻ നോക്കുന്നത്. ഓക്കെ. അതിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. നമുക്ക് ഇനി മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അങ്ങനെ കൊടുത്ത് ഞാൻ അവിടെ എൻഡ് ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് സീൻസ് ക്രിയേറ്റ് ചെയ്യാം ഗെയിമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്ത് പോരാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ട് ടൈൽ സെറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് നമ്മൾ പ്ലെയറിനെ വെച്ച് ഒന്ന് കളിച്ച് നോക്കാം. ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കാണാം പ്ലെയർ ജമ്പ് ചെയ്യണം. ഇപ്പോൾ പ്ലെയർ ഇവിടുന്ന് ജമ്പ് ചെയ്ത് പോകാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫോർമുല അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്ത ഫോർമുലയുടെ വാല്യൂസിന് ലിമിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ജമ്പ് സ്പീഡ് കൂട്ടുകയാണ്. 1500 കൊടുക്കുകയാണ്. ഓക്കെ. 1500 കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒന്നുകൊണ്ട് റീലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്ലെയറുടെ ജമ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പ്ലെയർ നല്ല ഹൈറ്റിൽ തന്നെ ജമ്പ് ആവുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി കുറച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ കൊണ്ടുവരാം. ഓക്കെ. ഗെയിമിൻ്റെ ഡിഫിക്കൽട്ടീസും ഇതൊക്കെ ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യണതും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ് കാണാം. ഓക്കെ. ഇവിടെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകണതാണ്. അപ്പോൾ ഇങ്ങനെ പ്ലെയർ കറക്റ്റായിട്ട് ടൈൽ സെറ്റിനുള്ളിൽ കൂടെ കളിക്കാനും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇവിടുന്ന് പ്ലെയർ അങ്ങനെ ഫോളോ ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടൈൽ സെറ്റ് എന്ന് പറഞ്ഞ പാർട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ നോക്കി കാണാൻ പറ്റുന്ന അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ക്യാമറ മൂവ് ചെയ്യുന്നില്ല. നമ്മളുടെ മാപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൂവ് ചെയ്യാനുള്ള ഒരു പാർട്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്നായിരിക്കുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ മൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരള ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. ഗെയിം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഈ ഗെയിം ഡെവലപ്പ് റിലേറ്റഡ് ഡൗട്ടുകൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലാക്കുക ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.